എല്ലാവർക്കും MG മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ജീവിതത്തിൽ 54 വയസ്സ് പൂർത്തീകരിച്ച് 55-ാമത്തെ വയസ്സിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. നാളിതുവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, എന്നെ പിന്തുണച്ച, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഈ അവസരം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ജീവിതത്തിൽ അധ്വാനിക്കാൻ നമ്മൾക്ക് മനസ്സുണ്ടെങ്കിൽ ആർക്കും നമ്മളെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. കഴിഞ്ഞ മാരാമണ്ണിന് ഞാൻ 2 പ്രാവശ്യം പോവുകയുണ്ടായി. 2ാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഞാൻ അവിടെ കണ്ട ഒരു ടീ ഷോപ്പ്, അതിനെക്കുറിച്ചാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഇന്നത്തെ ചിന്താവിഷയം കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മാർത്തോമാ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അംഗവൈകല്യമുള്ള ചെറുപ്പക്കാരെ എല്ലാം കൂടി ചേർത്ത് ഒരു മാലയിൽ മുത്തുമണികൾ പോലെ കോർത്തിണക്കി വൈകല്യമുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഒരു ടീ ഷോപ്പ് നടത്തുന്നു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അധ്വാനിക്കാൻ മനസ്സുള്ള, അതിലുപരി മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുവാൻ മനസ്സില്ലാത്ത ഒരു പറ്റം ചെറുപ്പക്കാർ, അങ്ങനെയുള്ളവരെ വാർത്തെടുക്കുന്നതിൽ സഭ കാണിക്കുന്ന ആ താല്പര്യത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പക്ഷേങ്കിൽ അതിനൊരു ചെറിയ പോരായ്മയുണ്ട്. വരും വർഷങ്ങളിൽ ആ പോരായ്മ പരിഹരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു മനുഷ്യനിൽ നിന്ന് ചായ വാങ്ങത്തക്കവണ്ണമുള്ള സംവിധാനം അവിടെയില്ല. അതിനുള്ളിൽ ചെറിയ ഒരു സ്ഥലമാണ്. വളരെ തിരക്കുള്ള ഒരു പ്രദേശത്താണ് അത് സ്ഥാപിച്ചിരുന്നത്. വരും വർഷങ്ങളിൽ അത് കുറച്ചുകൂടെ തിരക്ക് കുറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൺവെൻഷന് വരുന്ന ഭൂരിഭാഗം ആൾക്കാരും അതിൽ കയറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാനും അവിടെ കയറിയിരുന്നു. തിരക്ക് ഒക്കെ ഉണ്ടായിരുന്നത് പോലും പോലീസുകാർ വന്ന് ഓടിച്ചു വിടുന്നുണ്ട്. അവിടെ വണ്ടി ആ ഭാഗത്ത് നിർത്താൻ സമ്മതിക്കത്തില്ല. ആൾ നിർത്തി ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ പോലീസുകാർ ആൾക്കാരെ ഓടിച്ചു വിടുന്നുണ്ട്. അങ്ങനത്തെ തിരക്കുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അധ്വാനിക്കാൻ മനസ്സുള്ള ആ ചെറുപ്പക്കാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ ജീവിതത്തിൽ നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും നിങ്ങൾക്ക് അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ലോകത്തൊരു ശക്തിക്ക് നിങ്ങളെ തോൽപ്പിക്കാനാവുകയില്ല. ഹാവ് എ ഗ്രേറ്റ് ഡേ.